അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പച്ചക്കറികളിലെ നമ്മുടെ വെണ്ടച്ചെടികളെയും പച്ചമുകളിലെയും പൂച്ചെടികളിലെയൊക്കെ കീടങ്ങളെ അകറ്റാനുള്ള മരുന്നാണ്. ജൈവ കീടനാശിനിയാണിത്. ഇത് കണ്ട വെണ്ടച്ചെടികളെല്ലാം ഒരുമാതിരിയായി ഇത് മുറ്റിയെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഇങ്ങനെ മണ്ടയൊന്ന് ചെറുതായിട്ട് ഇത് ഞാൻ കത്രിക വെച്ച് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇലകളെല്ലാം കറുത്ത ബാക്ക് ഭാഗത്ത് അതിൻ്റെ ഇലയുടെ അടിഭാഗത്ത് കറുത്ത പുള്ളികൾ വരുന്നു, അല്ലാതെ പുഴുക്കുത്തുകൾ വരുന്നു, പിന്നെ ഒരുമാതിരി വല്ലാത്ത രോഗങ്ങൾ വരുന്നുണ്ട. പുഴുക്കുത്ത് ഇതിൽ നിന്നുണ്ട. ഇതിനെല്ലാം ഉള്ള മരുന്നാണ് നമ്മൾ ആഴ്ച ഒരിക്കൽ ഇതൊന്ന് തളിച്ചു കൊടുക്കണം. എന്നാൽ ഇത് 100% ഈ കീടങ്ങളെ അകറ്റാം. നമുക്ക് ഈ കേടായ ഇലകളെല്ലാം ഒന്ന് പിച്ച് കളയണം. ഇതിനെ ഇവിടെ നിർത്തരുത്, അല്ലെങ്കിൽ നല്ല ഇലകൾക്ക് ഇത് രോഗം ബാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം. നമ്മുടെ വീട്ടിലെന്നും ചോറ് വെക്കുന്ന കഞ്ഞിവെള്ളം പിറ്റേന്നെടുത്ത് തലേന്ന് വെക്കുന്ന ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുത്ത് പിറ്റേന്നെടുത്തിട്ട് ഇത് നമ്മുടെ കുട്ടികൾക്കെല്ലാം പനി മാറാനുള്ള മരുന്നാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും നമ്മൾ കഷായം വെക്കും, എല്ലാം വെക്കുന്ന ഇതൊരു ജൈവ ഒരു മരുന്നാണിത്. ഇത് കീടങ്ങളെ അകറ്റിയ നമുക്ക് പനി വരുമ്പോൾ പനി മാറ്റാനുള്ള ഔഷധമില്ല ഇത്. അതേമാതിരി നമ്മുടെ ചെടികളുടെ പനികളെയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്ട. ഇത് കണ്ട, നമ്മൾ ചുമയ്ക്കൊക്കെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കത്തില്ലേ, ചുമ മാറാനുമൊക്കെ. അപ്പം ഈ ഞവരയില അല്ലെങ്കിൽ പനിക്കൂർക്കടല, വെളുത്തുള്ളി, കഞ്ഞിവെള്ളം, പിന്നെ അതെല്ലാം മിക്സിക്കകത്തോട്ട് അരച്ച് ഇട്ട് ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഒഴിക്കുക. പിന്നെ 1 സ്പൂണ് മഞ്ഞപ്പൊടി. ഇത് ഏറ്റവും നല്ലതാണ് കീടങ്ങളെ അകറ്റാൻ. അതിനുശേഷം നമുക്ക് ഇനി ഇതും കൂടെ ഉണ്ട്. നമുക്ക് ചാരം, അടുപ്പ് നമ്മൾ തീ കത്തിച്ച് ചോറ് വെച്ചതിന് ശേഷം അതെടുക്കുന്ന ചാരം അല്ലെങ്കിൽ ചാമ്പൽ, വെണ്ണീർ എന്നൊക്കെ പറയും, അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഏറ്റവും നല്ലതാണ് ഈ ചാരം തളിച്ചു കൊടുക്കുന്നത്. അല്ലാതെ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് ആരംഭത്തിൽ ഞാൻ വെണ്ടച്ചെടികൾക്ക് ഇട്ട് കൊടുത്തില്ല. അതുകൊണ്ട് എൻ്റെ വെണ്ടച്ചെടികളുടെ ഇലയെല്ലാം പുഴുക്കുത്തായി. പക്ഷേ പച്ചമുളകിന് ഞാൻ കൂടെ ചാരം ഇട്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അവർ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അത് നേർപ്പിച്ച് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, നമ്മൾ ചാരോ ഇതില്ലെങ്കിൽ സാഫ് ഒഴിച്ചു കൊടുത്താൽ ഈ കീടങ്ങളെല്ലാം അകറ്റും. ആഴ്ച ഒരിക്കൽ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് പറ്റത്തില്ല. നമ്മുടെ പച്ചക്കറികൾ വെണ്ടയും പച്ചമുളകൊക്കെ പിച്ചണമെങ്കിൽ ആഴ്ച ഒരിക്കൽ ഇതൊന്ന് തളിച്ചു കൊടുക്കണം. അത് വൈകുന്നേരങ്ങളിൽ മാത്രമേ തയ്ച്ചു കൊടുക്കുക. അതാണ്ട പച്ചമുളക് ഇതിൻ്റെ തൊണ്ടമുളകൊക്കെ നിൽക്കുന്നത് കണ്ട. ഇതൊക്കെ ഒന്ന് പറിച്ചിട്ട് നമുക്ക് പിച്ചിട്ട് നമുക്കിതൊക്കെ ഒഴിച്ചു കൊടുക്കാം. ആ പച്ചമുളകിൻ്റെ ഇലയിൽ അടിഭാഗത്തൊക്കെ ഇതിൻ്റെ കേടുകൾ വരുന്നുണ്ട്. ഇപ്പോഴാണ് ഞാനതിൽ ഈ പച്ചമുളക് പിച്ചാൻ വരുമ്പം തൊണ്ടമുളക് പിച്ചാൻ വരുമ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കിതേമാതിരി നല്ല ഇത് മീൻകറിക്കൊക്കെ വെക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കൂടെ ഇതിനെയൊക്കെ ഒന്ന് പരിചരിക്കണം. ചാരം ഇട്ട് കൊടുത്തേക്കുവാണ്. ഇത് ഇങ്ങനെ കേട് വന്നപ്പോൾ ഞാൻ ആദ്യം ചാരം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു അത് ചാരം കൊണ്ടൊന്നും നിൽക്കത്തില്ല, നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ ഇത്. ഇതൊരു മിറാക്കിൾ ഫ്രൂട്ടാണ്, അതിന് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല ആരോഗ്യത്തോട്ട് വളരട്ടെ. ഇനി നമുക്ക് വെണ്ടച്ചെടിയിലോട്ട് പോവാം. വെണ്ടച്ചെടികളിലെ മൊത്തം പുഴുക്കേടായി നിൽക്കുക. ഈ കേട് വന്ന ഇലകളെല്ലാം നമുക്കൊന്ന് പിച്ച് കൊടുക്കാം, കളയാം. കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ നിൽക്കുന്ന കീടങ്ങളില്ലാത്ത ഇലയിൽ അതും കീടങ്ങൾ വരും. ആഴ്ച ഒരിക്കൽ ഇതൊന്ന് നമുക്കൊന്ന് തളിച്ചു കൊടുക്കണം. അത് നമ്മൾ 2 വെണ്ടയ്ക്കൊക്കെ, ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. വെണ്ടയ്ക്കൊക്കെ പിച്ചണ്ടയില്ലേ, ആനക്കൊമ്പൻ വെണ്ട ഇതിനകത്ത് നിറച്ചുണ്ട്. ഈ മഴയാണ് ഇതിവരെയൊക്കെ അങ്ങ് നശിപ്പിക്കുന്നത്. കേടില്ലാത്ത ഇലകൾ കൊണ്ട്. അപ്പോൾ കേടില്ലാത്ത ഇലകൾക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരും. അപ്പോൾ ഈ കേടുള്ള ഇലയെല്ലാം അങ്ങ് പിച്ച് കളയുന്നതിൻ്റെ ബാക്കിൽ ഈ ഇലയുടെ പുറകുവശത്തൊക്കെ നല്ല കറുത്ത അടയാളമാണ്. അപ്പോൾ ഇതേമാതിരി വെണ്ടയ്ക്ക പിച്ചണമെങ്കിൽ ഇതേമാതിരി നമ്മൾ മരുന്നുകളൊക്കെ ചെയ്തു കൊടുക്കാം. ഇലയുടെ ബാക്കിൽ നല്ല ഇതാണ്, അത് കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ട കറുത്ത പുള്ളിയായിട്ട് രോഗങ്ങൾ മൊത്തം ഈ കീടങ്ങൾ ഈ വെണ്ടച്ചെടിയെ മൊത്തം ആക്രമിക്കും അങ്ങ്. ഇതിനെല്ലാം പിച്ച് കൊണ്ടുവന്ന് നമ്മൾ കരിയിലേക്ക് തീയിടത്തില്ലേ, അപ്പോൾ തീയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പേപ്പർ കത്തിച്ചെങ്കിലും തീയിട്ട് കൊടുക്കണം. ഇതിനെ അങ്ങ് നശിപ്പിക്കണം. ഇട്ട് കിടക്കുന്നുണ്ടല്ല, ഞാൻ അങ്ങനെ പിച്ച് കൊണ്ടുവന്നിട്ടേക്കുക. ഇതെല്ലാം തീയിടാൻ അതിന് ഇട്ടേക്ക്.
പേപ്പറോ ചൂട്ടോ ഒക്കെ ഇട്ട് കരിയിൽ എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് തീയിട്ട് കൊടുക്കും. ഇതില്ലാത്ത കേടില്ലാത്ത ഇലകളുണ്ട്. അപ്പം കേടുള്ള ഇലകൾ വന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഇതിനെയും കൂടെ പെട്ടെന്ന് രോഗം ബാധിക്കും. നമുക്ക് പച്ചമുളക് പിച്ചിയതാണ്, ഇഷ്ടം പോലെ പച്ചമുളക് വന്ന പച്ചമുളകുകളാണിതെല്ലാം. അങ്ങനെയൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം. വേറെ പച്ചമുളകുണ്ട്, അതിനും തളിച്ചു കൊടുക്കാം. ഇതാണെങ്കിൽ ഒരുപാട് പച്ചമുളക് പിച്ചിയതാണ്. ഞാനിപ്പം വീഡിയോ ഇട്ടിരുന്ന ഈ പച്ചമുളകിൻ്റെ ഇത് വഴുതന തൈയാണ്. വഴുതനയുടെ തൈയിലും ഈ രോഗങ്ങൾ വരാതിരിക്കട്ടെ. ഇനി എല്ലാം റെഡിയാക്കിയിട്ട് വേണം ഇതൊക്കെ പിരിച്ച് നടാൻ. ജമന്തിച്ചെടി പൂക്കാറൊക്കെയായി നിൽക്കുവാണ്, അതിനും ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി. പൂത്ത ജമന്തി ഉണ്ട്. ഇത് പൂത്ത ജമന്തിയാണ്. നല്ലോണക്ക് നല്ല മുട്ടൊക്കെ തോനെയുണ്ട് ഇതിന്. അപ്പോൾ ഇതൊരു മത്തനാണ്. ഇതൊരു ജമന്തി നട്ടതാണ്. പക്ഷേ ജമന്തി അങ്ങ് ഇതായിപ്പോയി, നശിച്ച്. പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇതിനകത്തിടുന്നത്. മത്തൻ കിളിച്ച് വരുന്നത് അതവിടെ നിൽക്കട്ടെ. മത്തൻ്റെ ഇലയൊക്കെ ആവശ്യമില്ലേ. അപ്പോൾ ഇനി നമ്മുടെ തൊണ്ടൻമുളക്, ഇതിനടുത്ത തൊണ്ടൻമുളക് ഉണ്ട്. ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കണം. എല്ലാം ഒന്നും. അപ്പോൾ ഇതേമാതിരി തൊണ്ടൻമുളക് മേളിൽ നിൽക്കുന്ന ടെറസിൽ നിൽക്കുന്ന തൊണ്ടൻമുളകുകളാണ് ഇതൊക്കെ. ആദ്യം ഞാൻ പിച്ചിയായിരുന്നു, ഇത് രണ്ടാമത് നിൽക്കുന്നതാണ്. ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കണം. തൊണ്ടൻമുളകിനൊക്കെ ഇതിനൊക്കെ പെട്ടെന്ന് രോഗം ബാധിക്കും. മുളകിനൊക്കെ വെള്ളീച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അതിനു മുമ്പേ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ മരുന്നുകൾ പൂ പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇതേമാതിരി മരുന്നുകൾ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ കളയുന്ന കഞ്ഞിവെള്ളവും പിന്നെ ചാരമുണ്ട്, പിന്നെ ഇല്ലെങ്കിൽ ഇച്ചിരി സോഡാപ്പൊടിയോ വിനാഗിരിയോ കൂടെ ചേർത്താൽ മതി. ചാരം ഇല്ലാത്തവർ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അതായത് റോഡിൽ നിൽക്കുന്ന പച്ചമുളകുകളാണ്. അത് പച്ചമുളക് പിടിക്കാറായത്. വഴുതന എങ്ങനെയൊക്കെ ഒരുമാതിരിയായി. ഇഷ്ടംപോലെ വഴുതന തന്നതാണ്. കീടങ്ങൾ ഇതെല്ലാം അങ്ങ് പിച്ച് ഞാൻ കളയുക. പിന്നെ അങ്ങനെ ഫ്ലാറ്റ് താമസിക്കുന്ന സോഡാപ്പൊടി, വിനാഗിരി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള സാധനങ്ങൾ. അതൊക്കെ ഇട്ട് കഞ്ഞിവെള്ളം കാണുമല്ലോ, ചോറ് വെക്കാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് ഇങ്ങനെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.